അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ നേരം വൈകി വരുന്നുണ്ട്. അപ്പം നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യമാണല്ലേ. ഒന്നെങ്കിൽ ഗ്യാസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിറക് ഉണ്ടാവില്ല. അപ്പം നേരം വെളുത്താൽ നമുക്ക് നീച്ചാൻ തന്നെ അപ്പം മടിയാരം. എന്നാലും കടിപൊടി കൂട്ടിക്കാണ് നീച്ചു കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോണതല്ലേ, വിറകൊക്കെ കുത്തി തിരുമ്പി അവിടുന്ന് ഇവിടുന്നും കൊടുന്ന് കത്തിച്ചുണ്ടാക്കി. ഗ്യാസ് കഴിച്ചിന് അറിയില്ല. എന്നാൽ ഞാൻ ആ ഡേറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ എണ്ണ ഉണ്ടാക്കണോണ്ടേ ആ ഗ്യാസ് കഴിച്ചണ വൈജ് കാണില്ല. ഏതായാലും കാക്കുവിനോട് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് വിറക് കൊടുന്നേരി പറഞ്ഞിട്ട്. പിന്നെന്താ പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. പുട്ടിന് ആ റിങ് കാണിച്ചു തരുന്നത് നൂല് വെച്ചാൽ നിൽക്കൂല. അത് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണാതാവും. അപ്പം ബെഡ് മെറ്റീരിയൽ കൊണ്ട് ഒരു ഉപകാരം കൂടിയും കിട്ടി. ആ പുട്ടും കുറ്റിൻ്റെ മുട്ടിൽ ഞാൻ എന്താ കാട്ടി, ഒരു ബണ്ണാണ് ഇട്ടേച്ച്. നല്ലതാട്ടോ, തലമട്ടോ ഒന്നല്ല, നമ്മളെ മെറ്റീരിയൽസ് വന്ന് മുറിച്ച ഫ്രഷ് സാധനമാണ്. അപ്പം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബെഡ് മെറ്റീരിയൽ കൊണ്ട് അങ്ങനെ ഉപകാരം ഉണ്ടാകട്ടെ. പിന്നെന്താ 2 ദിവസമായിട്ട് നല്ല വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലേ. ഒന്നാമത് തിരക്കിൽ തന്നെയായിരുന്നു കേട്ടോ. എണ്ണക്ക് ഓർഡർ ഉണ്ടായപ്പോൾ എണ്ണയൊക്കെ കാശിക്കാണ്ട് കുറേ തിരക്കായി പോയി കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ എണ്ണ പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. തലവേദനക്കൊക്കെ നല്ലൊരു ശമനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരൊക്കെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്നലെ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകാണ്ട് വിളിച്ചോളി കേട്ടോ. അപ്പം നേരം വെളുത്തപ്പോൾ തുടങ്ങിയാണ് എണ്ണിക്കാമ്പ് മുതരും വെക്കണം കരുതിക്കാണ്ട് കുറേ കാലമായി പൂതിയൊക്കെ തുടങ്ങിയിട്ട്. മുതര ലേസം കിട്ടിയിരിക്കണം. മുതര തരിയുമ്പോൾ എണ്ണിക്കാമ്പ് കിട്ടൂല, എണ്ണിക്കാമ്പ് കിട്ടുമ്പോൾ മുതരയും കിട്ടൂല. അപ്പം ചിലവരൊക്കെ ചെറുപയറൊക്കെ വെച്ച് കാണ്ടാണ് ഉണ്ടാക്കല്ലേ. അമ്മക്ക് ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. നല്ല രസമാണ്. അപ്പം മുതര ലേസം കിട്ടിയപ്പോൾ ഇന്ന് എണ്ണിക്കാമ്പിന് പോകാനുള്ള വഴിയും തിരഞ്ഞ് നടക്കുകയായിരുന്നു. അതിൻ്റെ അടിയിലാണ് ഗ്യാസും കഴിഞ്ഞത്. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ ഒരു ദിവസം ചെയ്യാട്ടോ. നമ്മളെ എണ്ണിക്കാമ്പും മുതലും വെക്കണ ഞാൻ ബൗസിൽ കാണിച്ചു തരണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഇനിയിപ്പോൾ എണ്ണിക്കാമ്പും തിരഞ്ഞ് പോയി കഴിഞ്ഞാൽ അടുപ്പ് കെട്ടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പിടിപ്പിച്ചാൽ ഗതികേടാരും ചോറൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അതാക്കണ് പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഷെയ്മോളാണെങ്കിൽ പെരക്കം പോയിട്ടുണ്ട്. രാവിലെ ഇങ്ങനെയൊക്കെ ബത്തപ്പാടാരും ചില പെരിയിലൊക്കെ അല്ലേ, എല്ലാവരുടെ പെരിയിലൊന്നും ഉണ്ടാവില്ല. കുറേ കുട്ടികളില്ല പെരിയിൽ. ഇങ്ങനെ ഒരു ബത്തപ്പാട പോരാത്തിന് അന്നത്തെ ദിവസം ഗ്യാസൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആകെ ജഗ പുകയായിരിക്കും. മക്കളൊക്കെ 4 ഭാഗം പായുന്നുണ്ട് കേട്ടോ. ഷെയ്മോക്ക് നേരം വൈകിയിട്ടുണ്ട്. പിന്നെ ഒന്നിപ്പോൾ ഉച്ചക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ബാങ്കിൽ നിന്ന് വിളിയും വന്നിക്കണ്. ഇടയ്ക്കിടയ്ക്ക് ബാങ്കുകാർക്ക് ഇന്നൊന്ന് കാണണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ഓലെ കാണണം. അപ്പോൾ കുറേ കാലമായിട്ട് ആ ഒരു പരിപാടി ഇല്ല ഇനിയില്ലേ, ഞാനത് പറയലില്ലായിരുന്നു. ഇപ്പം 2ാമത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഞാനും കാക്കുമൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്താവോ. അപ്പോൾ ഇതാക്കണ് അതിൻ്റെ അടിയിൽ എന്താ തപ്പി തരീണെന്നായിരിക്കൂലേ. അവിടെ ലേസം പാൽപ്പൊടി പാത്തച്ചതേന് കേട്ടോ. എവിടെയും വെക്കാൻ പറ്റുക, കുട്ടികളെടുത്ത് തിന്നും കരുതിക്കാണ്ട്. അപ്പം അമ്മച്ചിക്ക് ലേസം പാൽപ്പൊടി ഇട്ടുകാണ്ട് ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ. പഞ്ചാര ഒന്നും വല്ലാതെ ഇടലില്ല അമ്മ. ചിലപ്പോൾ ഇടും തുള്ളി, ചിലപ്പോൾ ഇടലുമില്ല. ഷുഗർ നല്ലതല്ലോണ്ട്. അപ്പോൾ ഒരു നുള്ളി പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചോയ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ചായ അമ്മക്ക് കൊടുക്കട്ടെ എന്ന് കരുതിക്കാണ്ട്. ചായ ഇച്ചിരി കമ്മിയുണ്ട്. അപ്പം ഞാൻ ആ അടുപ്പത്ത് എന്ത് കെട്ടിക്കണ്, ലേസം വെള്ളം വെച്ചിക്കണ്. അപ്പം അതിന് ഇങ്ങനെ ചൂടാണതിനനുസരിച്ച് ചായ അങ്ങനെ ആ കജ്ജില്ല പാത്രം നിറച്ച് വെക്കുകയാണ്. പിന്നെന്താ നമ്മൾ ആ കുപ്പിയും പാട്ടയൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല. നല്ല മോഡൽസിലെ പാത്രങ്ങളൊക്കെ കിട്ടിക്കണില്ലേ. അതിന് 1ാമത് ഒഴിവ് കിട്ടിയിട്ടില്ല. ഒക്കെ റെഡിയാക്കണം. വീഡിയോ ഒക്കെ റെഡിയാക്കിക്കാണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണ്ട് കേട്ടോ. ഏതായാലും ആ റേക്കൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. 4 പേപ്പറൊക്കെ വെച്ച് വൃത്തിയാക്കിയിട്ട് കുപ്പിയിലൊക്കെ സാധനം ആക്കിക്കാണ്ട് വെക്കണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ വരണ്ട്. അപ്പം ഞാൻ നല്ലൊരു തമ്മിലൊക്കെ കൊടുത്തുകാണ്ടേ അത് കാണിച്ചു തരണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെയൊക്കെയാണ് പോട്ടെ.
ലേസം മൈസൂരായ്ക്ക കൊടുന്നിക്കണം കേട്ടോ. പുട്ടിക്ക് ഇവിടെ മൈസൂരാക്കേ പറ്റുള്ളൂ. മൈസൂരാക്കാന്ന് പറയണത് ഇവിടെ ചെറുപഴത്തിനാണ് അങ്ങനെ പറയട്ടോ. എത്താ താത്ത മൈസൂരാക്കാന്ന് പറയണത് ചോദിച്ചു. മലപ്പുറക്കാർക്ക് ഏകദേശമൊക്കെ അറിയാം, ചില ഭാഗങ്ങളിലൊക്കെ അറിയാം. അപ്പം ഇതും കൂടി കഴിഞ്ഞിട്ട് ഇനി മുറ്റത്തേക്ക് ഇറങ്ങട്ടെ, കുറേ തിരുമ്പാനുണ്ട്. അപ്പോൾ കാക്കൊന്നും പോയിട്ടില്ല. കാക്കു പറഞ്ഞു ഞാൻ മെഷീനിലിട്ടുകാണ്ട് അലക്കി തരാം, എന്നാൽ ഈ തോരട്ടുകാണ്ട് വേഗം പണി നോക്കിക്കോന്ന് പറയുന്നുണ്ട്. പണി പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിലൊക്കെ പോയിക്കാണ്ട് വേഗം പോരാലോ. ഉച്ചക്ക് ചില നേരത്ത് ഭയങ്കര വെയിലാണ് ഇയാളെ, ചിലപ്പോൾ നല്ല മഴയായിരിക്കൂലേ. ഇപ്പം ഇവിടെ വലിയ മഴയൊന്നുമില്ല, വൈകുന്നേരം ആയാലും മഴ കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഏതായാലും വറകൊന്നും തേച്ചിട്ട് തേയണില്ല. ഞാൻ മുറ്റത്തു കൂടെയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കട്ടെ. മുറ്റടിച്ച് വരാനുണ്ട്. ഉമ്മാക്ക് ചായ കൊടുക്കട്ടെ. ഉമ്മാക്ക് ആ പഴം കൂട്ടിക്കാണ്ട് ഉമ്മ അങ്ങനെ മെല്ലെ മെല്ലെ തിന്നും. തരുപ്പ് പോകും, എന്നാലും പേടി തന്നെയാണ്. ഏതായാലും അപ്പുറത്തത്തെ താത്താൻ്റെ ആ മട്ടക്കണയൊക്കെ എടുത്തോണ്ട് നിൽക്കുന്നു കേട്ടോ. മട്ടക്കണാന്ന് ചിലവർക്ക് അറിയില്ല, നമ്മളിവിടെ മട്ടക്കണ അറിയും, ചിലവർ ഇവിടെ മടകണ എന്നൊക്കെ പറയും കേട്ടോ. അത് കുത്തി തിരുമ്പി പൊട്ടിച്ച് അടുപ്പിക്കാണ് കുത്തി കയറ്റിയാൽ നമുക്ക് ഇന്നത്തെ ബൗസാവും. ലേസം ചോറും വെക്കാം, എന്തേലും ഒരു താളിപ്പും ഉണ്ടാക്കാം, ഉണക്കലീന് എന്തേലും പൊരിച്ചും ചെജ്ജാം. ഇന്നിപ്പം ഈ കാട്ടിൽ പോയിക്കാണ്ട് എണ്ണിക്കാകുമ്പോൾ ഒന്നും തപ്പിത്തരയാൻ എനിക്ക് ഒഴിവില്ല. ഇനിയിപ്പോൾ ബാങ്കും കൂടി പോകാമല്ലേ അല്ലേ. അപ്പോൾ അവിടെ നിന്നുകാണ്ട് മൂത്തേച്ചി വിളിച്ചറിയണ്ട്, ലിനു പോരുന്നില്ലേ ചോദിച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ചോദിച്ചിട്ട് അവിടെ നിന്നുകാണ്ട് ഓളെ നേഴ്സറിക്ക് പറഞ്ഞേക്കണം, ഇച്ചുവിനെ സ്കൂൾക്കും പറഞ്ഞേക്കണം. ഷെയ്മോള് ചിലപ്പോൾ പോകണമെന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ വേണ്ടേ, ബാങ്കത്തെ ആവശ്യത്തിന് ഞാൻ തന്നെ പോകണം, അല്ലെങ്കിൽ പിന്നെ കാക്കു പോരണം. ഇപ്പോൾ തലവേദനക്ക് നല്ലൊരു ശബനമുള്ളതുകൊണ്ട് അൽഹംദുലില്ലാ നല്ലൊരു സമാധാനം. മറ്റേ എവിടേക്കെങ്കിലുമൊക്കെ പോയി വന്ന അന്നത്തെ ദിവസം പോക്കാം മക്കളെ. എൻ്റെ നമ്മളാ ഛർദ്ദിച്ചിട്ടും ബാത്റൂമിൽ പോയിട്ടും ആകെ ദേഷ്യമായിരിക്കൂലേ മൈഗ്രൈൻ്റെ തലവേദന വന്നാൽ. ഇപ്പം ആ എണ്ണ തേച്ചിട്ട് നല്ലൊരു മാറ്റം കാണുന്നുണ്ട് കേട്ടോ. വെറുതെ പറയല്ല, ഉപയോഗിച്ച് നോക്കി. 2-3 ആൾക്കാർ എന്നോട് വാട്സപ്പിൽ പറഞ്ഞു കേട്ടോ, നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. മറ്റേ ആ തലവേദന വന്നാൽ 3-4 ദിവസം കിടപ്പന്നെ ആയിരിക്കും. ഇന്നിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ 2 മാസമായി ഇപ്പം ഞാൻ ഏകദേശം ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്. ഈ 2 മാസത്തിൽ ഇപ്പോൾ എനിക്ക് ഈ മാസം ഒരു വട്ടം മെല്ലെ ഇങ്ങനെ വന്നു, 1-2 പ്രാവശ്യം മെല്ലെ വന്നു. അതങ്ങനെ ഒരു സാരമില്ലാതായി പോയിട്ടോ. പക്ഷെ അങ്ങനെ പോകലില്ല. അങ്ങനെ ഗുളിക കുടിച്ചാലും നിൽക്കൂല. പ്രഷറും ഷുഗറൊക്കെ കുറഞ്ഞ് ഗ്ലൂക്കോസൊക്കെ ഇടലാണ്. അപ്പം അതിലെ മണ്ടിപ്പായണ ആരാന്നായിരിക്കൂലേ. കുറേ മുറിച്ചിട്ടു ഞാൻ അവിടെയും ഇവിടെയൊക്കെ കേട്ടോ. ഇനി ഓലപ്പെടുത്തണ്ട കരുതികാണ്ട് ഓല് പണിക്ക് പോവുകയാണ്, തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഭാഗത്ത് ഒരു ചെറിയൊരു ചേച്ചിമാരൊക്കെ ഉണ്ട്, ഒരു കോളനി പോലെ ഉണ്ട് എന്ന്. അപ്പം ആ ചേച്ചിമാർ ഇതിലൊക്കെ പോവട്ടോ. പോകുമ്പോൾ തന്നെ വിളിച്ചിക്കാണ്ടാ പോവുക. അപ്പം ഇതാക്കണ് വറക് തേയാത്തോണ്ട് ഞാൻ എന്താട്ടി ആ അതിരിന് വെച്ചിരുന്നു കേട്ടോ. കാക്കു 2-3-4 ഇതൊക്കെ വെച്ചിരുന്നു. അതൊക്കെ എടുത്തുകാണ്ടാണ് പൊട്ടിച്ചു. ഇനി അത് പിന്നെ എടുത്തു വെക്കാന്ന് കരുതിക്കാണ്ടേ. പിന്നെ എവിടുന്നേരമൊക്കെ കിട്ടുമ്പോൾ കുത്തിച്ചാരിയേക്കാലോ. ഇന്നത്തെ ഇപ്പോൾ ചോറും ചാറും ഉണ്ടാക്കണമെങ്കിൽ ഇതന്നെ വേണ്ടേ. അല്ലാതെ ഇപ്പം ഞാൻ അന്തം വിട്ട് നോക്കിന്നാലും തിന്നാനും ഉണ്ടാവില്ല, ബാങ്കിക്ക് പോകാനും കഴിയൂല, കുട്ടികളെ സ്കൂൾക്ക് പോകാനും നിൽക്കൂല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കഴിച്ചും. അതന്നെയാണ് അതിൻ്റെ ബൗസിലെ. അങ്ങനെ നൊലൊളിച്ച് കുത്തിറന്നിട്ടൊന്നും കാര്യമല്ല. അതില്ല എന്ന് കണ്ട് ഇനി ഇതാക്കണ ഒരു വണ്ടിക്ക് കാക്കു തിരുമ്പി തന്നിക്കണം. ഞാൻ തോരയിടുന്ന പണി ഞാൻ എടുക്കട്ടെ. അപ്പോൾ അതിന് കാക്കു ഉച്ചുവിനെയും ലിനുവിനെയൊക്കെ നഴ്സറിക്കും സ്കൂൾക്കൊക്കെ കൊണ്ടേക്കാന്ന് കരുതിക്കാണ്ടേ. മറ്റേ എവിടേക്കേലൊക്കെ പോകാണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടല എല്ലാവരും കൂടിക്കാണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ആവൂല. ഞാൻ മുറ്റൊക്കെ ഒന്ന് അങ്ങനെ എരപ്പായി കിടക്കുന്നുണ്ടോ ഒന്നാണ് നന്നാക്കട്ടെ കേട്ടോ, വൃത്തിയാക്കി വിടട്ടെ. എന്നാലും തോരട്ടാൽ ബൗസാവുമല്ലോ. മറ്റേ തോരട്ട് കഴിഞ്ഞാൽ അത് പിന്നെ മുറ്റടിച്ച് വരുമ്പോൾ ആകെ ഒരു പൊടി വാറലൊക്കെ ഉണ്ടാവും. പൊടിയൊന്നും പറഞ്ഞില്ല, മഴച്ചാറിലൊക്കെ ഉണ്ട് കേട്ടോ. കുറേ തിരുമ്പിയിട്ടിക്കണിഞ്ഞ് അതൊക്കെ ആ എൽമലിടട്ടെ. അത് കഴിഞ്ഞാണ്ട് വേഗം തിരുമ്പിക്കൂടി കഴിഞ്ഞാണ്ട് പോകാൻ നോക്കട്ടെ. ലിനുവിന് ഇച്ചുവിന് സ്കൂൾക്ക് ആക്കാൻ കാക്കു പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോത്തിന് ഈ തോരടയിലൊക്കെയാണ് കഴിഞ്ഞാലേ ഉമ്മച്ചിനെ പിന്നെ അവിടെ ചായ എടുത്തുകൊണ്ട് ഒരു മൂലക്കൽ ഇരുത്തിക്കണ്. ഞാൻ ഏതായാലും ബാങ്കിലൊക്കെ പോയി എത്തുന്നിട്ട് നോക്കാം. ഉമ്മ ഇനി ഷെമോളോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും ഇവിടെ. കുട്ടികളെയും തന്നെ ഉറക്കിക്കാണ്ട് പോകാമെന്ന് കരുതണ്. മറ്റേ ഉച്ചക്ക് ചില നേരത്ത് ഭയങ്കര ചൂടായിരിക്കും. ആ ബൈക്കുമ്മലൊക്കെ കാക്കുവിൻ്റെ മുട്ടിൽ പോകുമ്പോഴേ തല മിന്നിയിട്ട് വെക്കൂല. ഇപ്പം അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല ധൈര്യത്തിലാണ്. ഒന്നാമത് കാക്കുവിൻ്റെ പറയാം, എൻ്റെ ആ എണ്ണ തേച്ചിട്ട് എനിക്ക് ഭയങ്കര ധൈര്യമല്ലേ. എന്നാലും അധികമായ അമൃതും വിഷം പറഞ്ഞാൽ മതി, നല്ലോണം ഒന്നും വെയിൽ കൊള്ളണ്ടാറ്. മറ്റേ എവിടേക്കെങ്കിലും ഒന്ന് പോകാനും കൂടി എനിക്ക് പേടി കഴിഞ്ഞിട്ടോ. അപ്പം അവിടെ നിന്നുകാണ്ട് ചൂടാണൊക്കെ ഉണ്ട് കേട്ടോ. ചൂടാവുക തന്നെയാണ്, നിങ്ങൾക്ക് അറിയണല്ലേ. നേരം വെളുത്ത അമ്മക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചില്ലേ. അടുക്കളയ്ക്ക് പോകുമ്പോഴും ദേഷ്യം വരും. പിന്നെ എവിടേക്കെങ്കിലും പോകാൻ കടിപിടി കൂട്ടുമ്പോൾ ആ നേരത്തിനും കാലത്തിനും ഒരു സാധനം നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ലേ അങ്ങനെ ചൂടായി കൊണ്ടിരിക്കും. അത് പെണ്ണുങ്ങളെ സ്വഭാവമാണല്ലേ. കാക്കു അങ്ങനെ പറയണ്ട, ഇത് എന്തിത്താ ജി പറയണ അറിയില്ല.
ഒന്നാമത് രാവിലെ നീച്ചെന്നാ റിതുവിനോട് കുറേ ചൂടാവും അപ്പം എന്താന്നോ നേരം വെളുത്താലും ഓലും ഇങ്ങോട്ട് അങ്ങനെ നിൽക്കും അവിടെ കുറേ ഇരുന്നിട്ടും ഇവിടെ കുറേ ഇരുന്നിട്ടും ആ കുപ്പായം കുറേ മാന്തിയിട്ടും അത് എല്ലായിടത്തും ഉണ്ടല്ലേ അപ്പം ഷെയ്മോളെ കൊണ്ടേക്കാൻ പരക്കം പോയാണ് കേട്ടോ. നേരം വൈകി ബസ് പോയി അപ്പം പോകാനും കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതിന് പൊന്നൂസ് വെൽത്താല കൂടി നെല്ലിയും വിളിയും അപ്പം ഇങ്ങോട്ട് തന്നെ പോന്നു. ഇനിയിപ്പം പോയിട്ട് കാര്യമില്ല, അപ്പം കുട്ടി ഇങ്ങോട്ട് കയറി പോരുകയായിരുന്നു കാണ്ട് കാക്കും ഇങ്ങോട്ട് കയറി പോന്നു കേട്ടോ. ഏതായാലും ഇനി കിട്ടൂല ബസ് പോയാൽ കാക്കും അറിയണ്ട ഇനി ദൂരെ വള്ളിക്കാപ്പറ്റിയൊക്കെ കഴിഞ്ഞിക്കും ബസ്. ഇനിച്ച് വെച്ച അവിടെ വരെ എണ്ണി അടിച്ച് കാണ്ട് പോകാനും അറിയണ്ട് കുറേ പോകും വേണ്ട. അപ്പോൾ അതിന് നേരം വെക്കും മടങ്ങി നിന്ന് പിന്നെ ഞങ്ങൾക്ക് അങ്ങാടി പോയാലൊക്കെ നേരം വെക്കൂലേ കരുതിക്കാണ്ട്. അപ്പോൾ ഷെയ്മോൾ ഇങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. ഒന്നാമത് നേരം വെളുത്താൽ ഓൾക്ക് ഈറടിച്ചിക്കണം, ഓൾ ഈറടിച്ച് കയറി പോകണുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്യാമറ ഫോണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓളെയും റിതുവിനെയൊക്കെ രാവിലെ നീപ്പിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞാലും കുറച്ചേരൊക്കെ വായിച്ച് പഠിച്ചുകൊണ്ട് അവിടെ തന്നെ കടന്നുറങ്ങുമല്ലേ. അതാണ് നേരം വെക്കണത്. രാവിലെ നീച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കടന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ല വിളിച്ചാൽ നീച്ചൂല കുട്ടികൾ. പിന്നെ റിതുവിനെ ഞാൻ വല്ലാതെ കടത്തലില്ല. ഞാൻ അവനോട് അറിയാൻ വായിച്ചാലാണ് വായിച്ചുകൂട് അറിയാം. അപ്പം അവിടെ നിന്ന് കാണ്ട അളക തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കാണ്ട് പറ്റതാക്കണ്ട അറിയണ്ട് റിതു കുറേ കട്ട് ചെയ്ത് നമുക്ക് നേരം വെളുത്താൽ ചിലപ്പോൾ ദേഷ്യമായിരിക്കുമല്ലോ. ഇന്നത്തെ ദിവസം ദേഷ്യത്തിൽ തന്നെയായിരുന്നു ഞാൻ കേട്ടോ. നേരം വെളുക്കുമ്പോൾ ഒക്കെ പാടെ തലയിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ഈറടിച്ചൂലേ. ഒന്നാമത് കുട്ടികളെ നിലയും വിളിയും ഓലൊക്കെ ഒപ്പിച്ച് റെഡിയാക്കിയാണ്ട് സ്കൂൾ കറണയാക്കലും ഓല് പിന്നെ ഒന്നും മെല്ലെ സ്ലോ ആയി കഴിഞ്ഞാൽ ആകെ താളം തെറ്റും. പിന്നെ ഇപ്പം നേരം വെളുത്താലും നിങ്ങൾക്ക് അറിയില്ല അടുക്കളയിൽ പോയാൽ നമുക്ക് ചിലപ്പോൾ ഈറടിച്ചും എല്ലാം കൂടി ആകുമ്പോൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി ഇമ്മച്ചിനെ ഞാൻ ചിലപ്പോൾ കുളിപ്പിച്ച് കാണ്ടാണ് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ വന്നിട്ടാണ് കുളിപ്പിച്ചാന്ന് കരുതിക്കാണ്ട് ഇമ്മച്ചിനെ ഇപ്പോൾ 2 ദിവസമായിട്ട് കുളിപ്പിച്ചണം. വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റേ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് കുളിച്ചലൊക്കെ ഉണ്ടായിന് അവിടെ ആ സ്റ്റൂളുമ്മ കൊണ്ടേ ഇരുത്തിയാൽ കേട്ടോ. ഇന്നിപ്പം ഇനിയിപ്പോൾ കുളിപ്പിച്ച് തന്നെ നേരം വേണ്ടി വരിക. ഒന്നാമത് ഇങ്ങനെ ഒരു അന്തംപിടലുണ്ട് ഉമ്മാക്ക്. അപ്പം പഴം കൂട്ടിക്കാണ്ട് പുട്ടൊക്കെ കൊടുത്ത് കുഴച്ചിക്കാണ്ട് കൊടുത്തുക്കാണ് കേട്ടോ. എന്നാൽ അവിടെ ഇരുന്ന് തിന്നോളൂന്ന് കരുതി. ഇത്രയും തോരട്ടിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ മക്കളെ കണ്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മ അറിയും ഇതെത്താ അത് ഇങ്ങനെ പെരുകണുകാർ. അപ്പം എന്താ കുട്ടികളെ ഡ്രസ്സ് ഓല് രാവിലെയും വൈകുന്നേരമൊക്കെ അഴിച്ചിടണതാണ്. അതിനനുസരിച്ച് തിരുമ്പും. പക്ഷെ എന്നാലും ഇതന്നെയാണ് പരിപാടി. പിന്നെ മെറ്റീരിയൽ വേണ്ടവർ പെട്ടെന്ന് വിളിച്ചോളി കേട്ടോ. നമ്മളെ ന്യൂ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ല റേറ്റ് കമ്മിയാക്കിക്കാണ്ടും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ വിളിച്ചോളി. ഞാൻ എല്ലാവരോടും പറയലുണ്ട് 10 ഉറുപ്പ്യ എനിക്കും ഒരു ലാഭത്തിന് തന്നുകണേ 10 ഉറുപ്പ്യ ഞങ്ങൾക്കും ലാഭമാക്കിക്കാണ്ട് തരണ്ട് എന്ന് പറയലുണ്ട്. വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഇങ്ങനെ വരലുണ്ട് കേട്ടോ. ഞാനിത് വെറുതെ പറയല്ല, നമുക്ക് ഓലെ പേരും നാളൊക്കെ പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ അവർ ഇങ്ങനെ പേഴ്സണലായിട്ട് പറയണതാണ് വാട്സപ്പിൽ. നമ്മളെ സഹോദരി ആയിക്കാണ്ട് പറയണതാണ്, ഏട്ടത്തി അനിയത്തി ആയിക്കാണ്ട് നമ്മളോട് മനസ്സ് തുറക്കാൻ പറയണതാണ് ഓരോരുത്തരെ ബുദ്ധിമുട്ടുകൾ. അപ്പം തളർന്നിരിക്കാണ്ട് അവരോടൊക്കെ ഞാൻ പറയലുണ്ട് ഒന്ന് ചെയ്തു നോക്കി. നമുക്ക് നഷ്ടം വരിക അറിയാൻ നമ്മൾ കോടികളൊന്നും ചിലവാക്കണില്ല. ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മളൊരു മാക്സി കച്ചവടം തുടങ്ങുകയാണെങ്കിൽ തന്നെ 5000 10,000 ഒക്കെ നമുക്ക് അതിൽ ചിലവാക്കണം അല്ലേ. ഞാൻ എല്ലാവരോടും എന്നോട് വിളിച്ചിക്കാണ് ചോദിക്കലുണ്ട് ഒരു മാക്സി എന്തെങ്കിലുമൊക്കെ കൊടുന്ന് വെച്ച് നോക്കി. ഞാൻ പറയലാണ് എൻ്റെ കയ്യിൽ നിന്ന് ലാഭം കിട്ടിക്കാണ്ട് ഏതെങ്കിലും ഒരു ലാഭം കിട്ടിക്കാണ്ട് നമ്മളെ അടുത്ത് ഒരു 10 ഉറുപ്പ്യ ഉണ്ടാവില്ലേ, അന്നേ ഞാൻ മാക്സി ഇവിടെ കൊടുന്ന് വെക്കുള്ളൂ. അല്ല കട വാങ്ങിക്കാണ്ട് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചാൽ ആ മാക്സി പോയിട്ടില്ലേ ഞാൻ ഇടങ്ങേറിൻ്റെ കൊടി കുത്തും മക്കളെ എന്ന് പറയലുണ്ട്. മറ്റേ എന്താ വെച്ചാൽ ഈ ബണ്ണാവുമ്പോൾ എനിക്കും കുറച്ച് ലാഭമുണ്ട്. ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ട് വലിയ പൈസയില്ല. എന്നെ പോലെ ആളുകളെ കൂടുതൽ ഇതിൽ കാണുന്നതെന്ന് എനിക്കറിയാം. സാധാരണക്കാർക്ക് 1000 ഉറുപ്പ്യയും കൂടി തേച്ചെടുക്കാനില്ലാത്ത പോലെ ആരും. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു തുക എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ട് ചെയ്തു നോക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിയുന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. കുറച്ചെങ്കിലുമൊക്കെ സെയിൽ ചെയ്ത് ബാക്കിയിൽ നമുക്ക് വേസ്റ്റാക്കി കളയൊന്നും വേണ്ടല്ലോ. നമ്മളെ മക്കൾക്കെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഞാൻ ഇതിന് മാത്രം പൈസ ഒന്നും ചിലവാകണില്ലല്ലോ. ഏതൊരു കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കണം. അപ്പോഴേ നമുക്ക് അത് സക്സസ് ആവോ ഇല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. ബാക്കിയിലൊക്കെ പഠിച്ചോൻ്റെ അടുത്താണ് നമുക്ക് തവക്കൽത്തു അലല്ലാന്നേ പറയാൻ കഴിയുള്ളൂ. അവനാൻ്റെ ബുദ്ധിയും സാമർഥ്യവും തന്നെയാണ് മുന്നോട്ട് പോകാനൊക്കെ കഴിയണത്. അപ്പം ഇൻഷാ അല്ലാഹ് റിഷാമേതു എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി, ലൈക്ക് ചെയ്യോണ്ടി, കമൻറ്റ് ചെയ്യോണ്ടി. എന്താ മക്കളെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക എത്ര മടി. ഇപ്പം നമ്മളെ വ്യൂ ഒക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് തരാത്തോണ്ടാണ്. ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്ത് തരി. പുതിയ കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ട്. എന്താ കമൻറ്റിന് മറുപടി പറയാത്തത് പറയുന്നുണ്ട്. ഒരു കമൻറ്റിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് നിങ്ങൾക്ക് അറിയില്ലേ അങ്ങനെ കമൻറ്റിന് മറുപടി കൊടുക്കാമല്ലോ ഒഴിവൊന്നും ഉണ്ടാവില്ല.
എന്നാ തന്നെ വിളിച്ചണോലോട് ഞാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും, ബാക്കിയിൽ വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറയല് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരൊക്കെ നമ്മളെ നമ്പറിൽ വിളിച്ചോളൂ, ഞാൻ പിൻ ചെയ്ത് വെക്കണ്ട്. ഇതാക്കണ പഴം കുഴച്ചുകാണ്ട് ഷെയ്മോള് രണ്ടാക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ഓൾക്ക് ഇനി സ്കൂൾക്ക് പോകാൻ കഴിയൂല, ഏതായാലും ഉച്ച വരെയുള്ളൂ, മീറ്റിംഗ് ഒക്കെയാണ്. പക്ഷെ ക്ലാസ് ഒന്നും ഒഴിവാക്കാനൊന്നും പറ്റൂല, ഇപ്പോഴത്തെ പഠനം കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നിൽക്കുക പറയാൻ പറ്റൂല അല്ലേ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ. അസ്സലാമു അലൈക്കും.